കലയുടെയും സംസ്കാരത്തിന്റെയും ഏറ്റില്ലമായ ദേശിംഗനാട്ടിൽ കൊല്ലത്ത് തേവള്ളി കൊട്ടാരം വീട്ടിൽ കൃഷ്ണൻ നായർ എന്ന പട്ടാളക്കാരൻ മലയാള സിനിമ അതുവരെ കണ്ടുപരിചയിച്ച നായക സങ്കല്പങ്ങളെ അപ്പാടെ മാറ്റി എഴുതി പൗരുഷത്തിന്റെ ഇടിമുഴക്കമായി മലയാളത്തിന്റെ വെള്ളിത്തിരയിലേക്ക് കടന്നുവന്ന് ശരപഞ്ചരത്തിൽ ജനിച്ച് ശാപമോക്ഷത്തിൽ വളർന്ന് കോളിളക്കത്തിൽ അവസാനിച്ച് ദ എവർ ടൈം റോറിംഗ് ലയൺ ഓഫ് മലയാളം സിൽവർ സ്ക്രീൻ ജയൻ. മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമായി അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ച് വിൽക്കുവാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലൂടെ തോണിക്കാരനായി മലയാള സിനിമയിലേക്ക് കടന്നുവന്ന ചെറുപ്പക്കാരൻ നിതാന്ത ജാഗ്രതയിലൂടെയും പ്രയത്നത്തിലൂടെയും മലയാള സിനിമയെ തൻ്റെ കൂടി ചരിത്രമായി മാറ്റിയെഴുതിയ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ താരം. കാലത്തിന്റെ കരസ്പർശമേൽക്കാതെ ഇന്നും തുടരുന്ന പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തരൂപം. സിനിമയോടുള്ള ഇഷ്ടത്തിന്റെ പ്രതിരൂപമായി മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ച മൂന്നക്ഷരങ്ങൾ മമ്മൂട്ടി. ഒരു പഴയകാല സിനിമയിലെ ഗാനരംഗവുമായി സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടി. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. തിരനോട്ടമെന്ന ആദ്യ സിനിമ വെളിച്ചം കണ്ടില്ല എങ്കിലും ഇരുവശത്തേക്കും പകുത്തിട്ട മുടിയുമായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന മലയാള സിനിമയുടെ പരമ്പരാഗത പ്രതിനായക സങ്കല്പങ്ങളെ മാറ്റിയെഴുതിയ പ്രതിഭ. 3.5 പതിറ്റാണ്ടിലേറെയായിട്ടും ചലച്ചിത്രപ്രേമികളുടെ ആസ്വാദന നേരങ്ങളെ ആഘോഷമാക്കുന്ന താരസൂര്യൻ പത്മശ്രീ ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ. ആദ്യകാല സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനരംഗവുമായി നമ്മുടെ സ്വന്തം ലാലേട്ടൻ. കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. കാമ്പും കരുത്തുമുള്ള കഥയുടെ പൂക്കാലമൊരുക്കിയ മലയാള സിനിമയുടെ 80കളിൽ കൗമാര യൗവന ഭാവങ്ങളുടെ സമ്മോഹന നിമിഷങ്ങളുമായി കടന്നുവന്ന താരം. അയലത്തെ വീട്ടിലെ പയ്യനായി സിനിമാ ആസ്വാദകരുടെ മനസ്സുമായി കൂട്ടുകൂടിയ ചെറുപ്പക്കാരൻ റഹ്മാൻ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തിയപ്പോഴും ഇരുകയും നീട്ടി നാം സ്വീകരിച്ച അഭിനയ പ്രതിഭ. നായകനായും ഉപനായകനായും വില്ലനായും
മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയാകെ നിറഞ്ഞു നിൽക്കുന്ന റഹ്മാൻ. അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം, 59 കൊമ്പന്മാരുടെ പൂരം. അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. അവാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിനോളം. പാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിനോളം. പൂരം കാണാൻ നീയും പോരടി പെണ്ണേ. മലയാളം ദൂരദർശൻ സംപ്രേഷണം ചെയ്ത മിഖായേലിന്റെ സന്തതികൾ എന്ന ടെലി സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധയിലേക്കെത്തിയ താരം പിന്നീട് മിഖായേലിന്റെ സന്തതികളുടെ രണ്ടാം ഭാഗമായി പുത്രൻ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്ന് നായകനായും ഉപനായകനായും വില്ലനായും വിവിധങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ വിജയങ്ങളുടെ ഭാഗമായ കലാകാരൻ. സമീപകാല സൂപ്പർഹിറ്റ് സിനിമകളിലെ സ്ഥിരം സാന്നിധ്യം. രൂപഭാവങ്ങളിലും ശബ്ദ സാന്നിധ്യത്തിലും പൗരുഷ സങ്കല്പങ്ങളുടെ പരിപൂർണത. സ്വഭാവവേഷങ്ങളെയും ഹാസ്യവേഷങ്ങളെയും തികച്ചും തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന അഭിനയക്കരുത്ത് ബിജു മേനോൻ. ശലഭം വഴിമാറുമാമിഴി രണ്ടിലും നിൻ സമ്മതം. ഇളനീർ പകരം തരും ചൊടി രണ്ടിലും നിൻ സമ്മതം. വളകിലും നിന്ന താളം പോലും മധുരമാം സമ്മതം. തഴുകിയെത്തുന്ന കാറ്റിൽ തരളമാം സമ്മതം. എന്റെ ജീവനായി നിന്നെ അറിയാൻ സമ്മതം. ഹാസ്യത്തിന്റെ പുതുതരംഗമൊരുക്കിയ 90കളിലെ മലയാള സിനിമയിൽ തനത് ഹാസ്യവേഷങ്ങളിലൂടെ നിറഞ്ഞു നിന്ന താരം. നാട്ടിൻപുറങ്ങളിൽ നമ്മൾ എത്രയോ കണ്ടിട്ടുള്ള യുവജന ജീവിതത്തിന്റെ രസനിമിഷങ്ങളെ അഭ്രപാളിയിലേക്ക് പകർന്ന അനുഗ്രഹീത കലാകാരൻ. അനിവാര്യമായ ഒരു ഇടവേളയ്ക്ക് ശേഷം തികച്ചും അവിശ്വസനീയമായി വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന് ഇടനെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ശബ്ദഗാംഭീര്യത്തിലൂടെയും കഥാപാത്രങ്ങളുടെ പകർന്നാട്ടത്തിലൂടെയും മലയാള സിനിമയുടെ ഭാഗമായി മാറിയ മലയാളത്തിന്റെ സിദ്ദിഖ്. മിസ്റ്റർ ഓഫീസർ, മിസ്റ്റർ ഷറഫുദ്ദീൻ താരമസി IPS ഇപ്പോ നാദിയ കേസ് അന്വേഷിക്കുന്നു. കേട്ടിട്ടുണ്ട് നിങ്ങളെപ്പറ്റി ധാരാളം, വായിച്ചിട്ടുണ്ട് ചില ഹ്യൂമൻ റൈറ്റ് ആർട്ടിക്കിൾസ്. ചെന്നൈ നഗരത്തിലെ ഗല്ലികളിൽ രാത്രി ഗുണ്ടകളെ നിർത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്, എ ഗ്ലോറിഫൈഡ് കില്ലർ. ഈ എൻകൗണ്ടറിംഗ് ഒരുതരം മേഴ്സി കില്ലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ മിസ്റ്റർ ഷറഫുദ്ദീൻ? എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിയില്ല. പ്രേം നസീറും സത്യൻ മാഷും ജയനുമൊക്കെ നിറഞ്ഞാടിയിരുന്ന മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ വേറിട്ട അഭിനയത്തികവുമായി കടന്നുവന്ന താരസാന്നിധ്യമായിരുന്നു സുകുമാരൻ. വെള്ളിത്തിരയിലെ തന്റെ ദൗത്യം അവസാനിപ്പിച്ച് പടിയിറങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് വിലമതിക്കാനാവാത്ത 2 താരരത്നങ്ങളെ സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. മലയാളികൾ സ്നേഹത്തോടെ സ്വീകരിച്ച ആ താരപുത്രന്മാരിൽ രണ്ടാമൻ. അഭിനയ ജീവിതത്തിലെയും വ്യക്തിജീവിതത്തിലെയും വെല്ലുവിളികളെ ധീരോദാത്തമായി നേരിട്ട് ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തെന്നിന്ത്യയിൽ മാത്രമല്ല ബോളിവുഡ് സിനിമയിലും തന്റേതായ ഇടം കണ്ടെത്തിയ യങ് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ്. മാണിക്യക്കല്ലിൻ മൂക്കുത്തി ചാർത്തും മുപ്പാരിനമ്മയല്ലേ, കാണും കിനാക്കൾ പൊന്നാക്കി മാറ്റി പോറ്റുന്നൊരമ്മയല്ലേ, ശക്തിയൻ കൂടെയില്ലേ, എൻ
അഭയമ ദേവിയല്ലേ ഉള്ളാട്ടം തുളുമ്പുന്നൊരുത്സവകാലം കടലാട്ടം തിളങ്ങുന്നൊരാഘോഷകാലം മലയാള സിനിമയ്ക്കെന്നും ചിരിയുടെ സുവർണ നിമിഷങ്ങൾ സമ്മാനിച്ച സിദ്ദിഖ് ലാലിന്റെ തിരക്കഥയിൽ 1986 കുടുംബ സദസ്സുകളുടെ പ്രിയ സംവിധായകൻ സത്യൻ അന്തിക്കാട് ഒരുക്കിയ പരീക്ഷണ ചിത്രമായിരുന്ന പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ. അതുല്യ അഭിനയ പ്രതിഭകളായിരുന്ന തിലകന്റെയും റഹ്മാന്റെയും മോഹൻലാലിന്റെയും അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് ധന്യമായ ചലച്ചിത്രം. തികച്ചും വ്യത്യസ്തമായ 2 രൂപഭാവങ്ങളിൽ മോഹൻലാൽ അരങ്ങ് തകർത്തഭിനയിച്ച പപ്പൻ പ്രിയപ്പെട്ട പപ്പനിലെ ആവേശപ്പകർച്ചയുമായി പത്മശ്രീ ഭരത് മോഹൻലാൽ. അല്ലിത്താമര പൂത്തിറങ്ങിയ പോലെ അല്ലിത്താമര പൂത്തിറങ്ങിയ പോലെ ചെറുചെല്ലക്കിളിയുടെ ചന്തമിയലും പെണ്ണേ വഴിവക്കിൽ നിൽക്കുമ്പോൾ ഒളികണ്ണാൽ നോക്കല്ലേ വഴിവക്കിൽ നിൽക്കുമ്പോൾ ഒളികണ്ണാൽ നോക്കല്ലേ 4 പേര് കണ്ടു വന്നാൽ 100 കള്ളം പറയേണ്ടേ സൂപ്പർ ഹിറ്റുകളുടെ കളിത്തോഴൻ പ്രിയദർശന്റെ തൂലികയിൽ ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ മോഹൻലാൽ ചലച്ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. ക്ലൈമാക്സിലെ ഹൃദയസ്പർശിയായ ഗാനരംഗത്തിലൂടെ പ്രദർശനശാലകളെ കണ്ണീർ കടലാക്കി മാറ്റിയ മനോഹരമായ ചലച്ചിത്രം. രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും തന്റെ അഭിനയ ജീവിതത്തിലെ തികച്ചും വ്യത്യസ്തമായ ശ്രീകുട്ടൻ എന്ന കഥാപാത്രമായി മലയാളത്തിന്റെ ലാലേട്ടൻ. ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരയിൽ പുലകമേളസഞ്ചാരം ഭാവം താളം ഭാവം താളം മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. ചിക്കു നിമിഷ നേരം കൊണ്ട് ഭാവപകർച്ചയിലേക്ക് മാറിയ അവിയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിറഞ്ഞ കൈയ്യടി കൊടുക്കൂ ആ കലാകാരന് വേണ്ടിയിട്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി നമ്മൾ മനോഹരമായ മറ്റൊരു നൃത്തത്തിന് കണ്ണും കാതും കുറിപ്പിക്കൂ. ആര്യ വരികയാണ്. വീണ്ടും നിങ്ങളെ चाहे लीला चाहे राम, इन दोनों के लव में दुनिया का क्या काम। ओ राम चाहे लीला चाहे राम, इन दोनों के लव में दुनिया का क्या काम। इनका तो फंडा है सिंपल सा यार, गोली मारो तो पंगा, आंख मारो तो प्यार। राम चाहे लीला चाहे राम, इन दोनों के लव में दुनिया का क्या काम। रख पॉकेट में घोड़ा, दे घोड़े को लगा
इश्क है वो आतिश गालिब जो जलाए ना जले बुझाए ना बुझे अपनी सलामती है मांगती तुझसे नजर हो नाज़नी सलाम से नाकाम से दिल की कई बातें बनी इश्कुम यारा अस्सलाम इश्कुम अस्सलाम इश्कुम यारा अस्सलाम इश्कुम अस्सलाम इश्कुम यारा अस्सलाम इश्कुम अस्सलाम इश्कुम यारा अस्सलाम इश्कुम ओ मेरी अदाएं तीर है हाँ मेरी अदाएं तीर है मेरी अदाएं तीर है मेरे यार निशाना अस्सलाम इश्कुम यारा अस्सलाम इश्कुम अस्सलाम इश्कुम यारा अस्सलाम इश्कुम अपनी सलामती है मांगती तुझसे नजर हो नाज़नी सलाम से नाकाम से दिल की कई बातें बनी अस्सलाम इश्कुम यारा अस्सलाम इश्कुम 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 പുതുമാരൻ ജമീറിൻ്റെ പൂമാല ചൂടിയ പെണ്ണ് പുതുമാരൻ ജമീറിൻ്റെ പുതുമാരൻ ജമീറിൻ്റെ നെഞ്ചത്തിൻ തുടിപ്പുണ്ടോ കരളുള്ളിൽ ഇടിപ്പുണ്ടോ പഞ്ചാര തിരിയുള്ള നീസാമോള് പുതുമാരൻ ജമീറിൻ്റെ പുതുമാരൻ ജമീറിൻ്റെ തിലകത്തിനൊളികത്തി മറിയുന്ന മാലകളും തിലകത്തിനൊളികത്തി മറിയുന്ന